നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇലക്ടറൽ ബോണ്ടുകളെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു. കർമ്മ ബിഗ് ബ്രേക്കിംഗ്. ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട ഇലക്ടറൽ ബോണ്ടിന്റെ വിവരങ്ങൾ കർമ്മ ന്യൂസിന്. പുതിയ വിവരങ്ങൾ അനുസരിച്ച് BJP 6,986.5 കോടി രൂപയുടെ ഇലക്ടറൽ ബോണ്ടുകൾ എൻകാഷ് ചെയ്തു. BJPയുടെ ഭാവി വിജയം തന്നെയാണ് നിക്ഷേപകർ ഇതിലൂടെ വ്യക്തമാക്കുന്നത്. വിശ്വസിക്കുന്നതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മലയാളിയുടെയും ഇന്ത്യക്കാരുടെയും ശൈലി. അങ്ങനെ ഏറ്റവും കൂടുതൽ വിശ്വാസ്യത BJPക്കാണെന്ന് ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ഇന്ത്യയിലെ ജനങ്ങൾ തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. BJPയുടെ പേരിൽ നിക്ഷേപകർ ഇട്ട പണം 7,000 കോടിയോളം വരും എന്നത് ഒരു വിമർശനമല്ല, മറിച്ച് ഇന്ത്യയിലെ വൻ കോർപ്പറേറ്റുകളുടെ വിശ്വാസ്യത തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇലക്ടറൽ ബോണ്ടിൽ ഏതു പാർട്ടിക്കും നിക്ഷേപം സ്വീകരിക്കാം. 2,555 കോടി രൂപ തൃണമൂൽ കോൺഗ്രസിന് ഇലക്ടറൽ ബോണ്ടുകൾ വഴി ലഭിച്ചു. BJP കഴിഞ്ഞാൽ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്വീകർത്താവ് തൃണമൂൽ കോൺഗ്രസ് ആണ്. അതായത് പ്രതിപക്ഷത്തെ കോൺഗ്രസിൽ പണം നിക്ഷേപിക്കുന്നതിലും നിക്ഷേപകർക്ക് വിശ്വാസം തൃണമൂൽ കോൺഗ്രസ് തന്നെയെന്ന് പറയേണ്ടി വരും. 1,334.35 കോടി രൂപയാണ് ഇലക്ടറൽ ബോണ്ടുകൾ വഴി കോൺഗ്രസ് അക്കൗണ്ടിൽ എത്തിയത്. ഒരു കാര്യം ഓർക്കണം, ഇലക്ടറൽ ബോണ്ടിന്റെ പേരിൽ കടിപിടി കൂടുന്നവർ നിരവധിയുണ്ട്. BJPക്കെതിരെ രാവും പകലുമില്ലാതെ ഫോട്ടോഷോപ്പ് ഇറക്കുന്ന കോൺഗ്രസിന്റെ സൈബർ പടയുണ്ട്. ഇതാ കോൺഗ്രസ് 1,334 കോടി രൂപയുടെ ഇലക്ടറൽ ബോണ്ടുകൾ സ്വീകരിച്ചു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഔദ്യോഗികമായി വ്യക്തമാക്കിയിരിക്കുകയാണ്. പാപം ചെയ്യാത്തവർ കല്ലെറിയണം. നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, അത് ഇവിടെ പ്രസക്തമാവുകയാണ്. BJPയെ ഇലക്ടറൽ ബോണ്ടിന്റെ പേരിൽ BJPയെ ക്രൂശിക്കാനായി ഇറങ്ങിപ്പുറപ്പെട്ടവർ ഒന്നോർക്കണം, തങ്ങളുടെ പാർട്ടിയും ഇലക്ടറൽ ബോണ്ട് സ്വീകരിച്ചിട്ടുണ്ട്. രാജ്യത്തെ ബഹുഭൂരിപക്ഷം രാഷ്ട്രീയ പാർട്ടികളും ഇലക്ടറൽ ബോണ്ട് സ്വീകരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് സ്വീകരിച്ചത് 1,334 കോടി രൂപയാണ്. ഇനിയുള്ള ഫോട്ടോഷോപ്പുകളിൽ ഇതുകൂടി ചേർത്ത് വയ്ക്കാൻ മറക്കരുതെന്ന് മാത്രമേ സഖാക്കളോടും അതുപോലെ കോൺഗ്രസ് സൈബർ നേതാക്കളോടും പറയാനുള്ളൂ. YRS കോൺഗ്രസ് 442.8 കോടി രൂപയുടെ ബോണ്ടുകൾ എൻകാഷ് ചെയ്തു. TDP 181.35 കോടി രൂപയുടെ ബോണ്ടുകൾ എൻകാഷ് ചെയ്തു. ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിൻ്റെ ഫ്യൂച്ചർ ഗെയിമിങ്ങിൽ നിന്ന് മാത്രം 509 കോടി രൂപ ഉൾപ്പെടെ 656.5 കോടി രൂപയാണ് DMK ഇലക്ടറൽ ബോണ്ടുകൾ വഴി DMKക്ക് ലഭിച്ചത്. പോൾ ബോണ്ടുകളിൽ നിന്നുള്ള DMKയുടെ മൊത്തം വരുമാനത്തിൻ്റെ 83% വരും ഇത്. BJD 944.5 കോടി രൂപയുടെ ബോണ്ടുകൾ ഇലക്ടറൽ ബോണ്ടുകൾ എൻകാഷ് ചെയ്തു. 1,322 കോടി രൂപ മൂല്യമുള്ള ഇലക്ടറൽ ബോണ്ടുകൾ എൻകാഷ് ബോണ്ടുകൾ വഴി BRS 4ാമത്തെ വലിയ സ്വീകർത്താവായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. സമാജ്വാദി പാർട്ടിക്ക് ഇലക്ടറൽ ബോണ്ടുകൾ വഴി 14.05 കോടിയും അകാലിദളിന് 7.26 കോടിയും AIDMKയ്ക്ക് 6.5 കോടിയും നാഷണൽ കോൺഫറൻസിന് 50 ലക്ഷം രൂപയും ലഭിച്ചു. മുസ്ലിം സമുദായ പാർട്ടിയായ നാഷണൽ കോൺഫറൻസിന് പോലും ഈ ഇനത്തിൽ പണം കിട്ടി. ശിവസേന 60.4 കോടി രൂപയുടെയും RJD 56 കോടി രൂപയുടെയും ബോണ്ടുകൾ വീണ്ടെടുത്തു. ഇലക്ടറൽ ബോണ്ടുകൾ വാങ്ങുന്ന രണ്ടാമത്തെ വലിയ കമ്പനിയായ മേഘ എഞ്ചിനീയറിംഗിൽ നിന്നുൾപ്പെടെ 50 കോടി ഉൾപ്പെടെ 89.75 കോടി രൂപയുടെ ബോണ്ടുകളാണ് JDSന് ലഭിച്ചത്. ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിൻ്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇലക്ടറൽ ബോണ്ടുകൾ വാങ്ങിയത്. 1,368 കോടി രൂപ. അതിൽ 37% പണം വിനിയോഗിച്ചത് DMKയ്ക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 2019 സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് പ്രകാരം രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ടറൽ ബോണ്ടുകളുടെ വിവരങ്ങൾ മുദ്രവച്ച കവറിൽ സമർപ്പിച്ചിരുന്നു. 2018 മുതൽ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സംഭാവനകളിൽ 50%-ലധികം ഇലക്ടറൽ ബോണ്ടുകളുടെ രൂപത്തിലാണ് ലഭിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും ഈ ഡേറ്റ റിലീസ് ഉണ്ടായിട്ടും ഇലക്ടറൽ ബോണ്ട് വാങ്ങുന്നവരും സ്വീകർത്താക്കളും തമ്മിലുള്ള ബന്ധം അവ്യക്തമായി ഇപ്പോഴും തുടരുന്നു. ഇത് ഓരോ പാർട്ടിക്കും ഫണ്ട് നൽകുന്ന നിർദ്ദിഷ്ട വ്യക്തിയെയും കോർപ്പറേറ്റ് ദാതാക്കളെയും കുറിച്ച് അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതെല്ലാം പരസ്യമായി. രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്ര പണം ഏതൊക്കെ കോർപ്പറേറ്റുകൾ നൽകുന്നു എന്നും ആരൊക്കെ നൽകിയെന്നും ജനങ്ങൾക്കറിയാം.
പ്രധാന രാഷ്ട്രീയ പാർട്ടികളിൽ BSP, CPM, NCP എന്നിവരാണ് ഇലക്ട്രൽ ബോണ്ട് വഴി പണം സ്വീകരിക്കാത്തവർ. എന്തായാലും ഇലക്ട്രൽ ബോണ്ടിലൂടെ ഏറ്റവും കൂടുതൽ പണം സമാഹരിച്ച രാഷ്ട്രീയ പാർട്ടി BJP ആണെന്നുള്ളത് ഉറപ്പാണ്. BJP അത് ഒളിച്ചു വയ്ക്കുന്നുമില്ല. എന്നാൽ എന്തുകൊണ്ടാണ് BJPക്ക് ഇത്രത്തോളം പണം ലഭിക്കുകയും കോൺഗ്രസിന്, രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന് അതിൻ്റെ 10% പണം ലഭിക്കുകയും ചെയ്ത് എന്നുള്ളതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ അധികാരത്തിലെത്തുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന, കോർപ്പറേറ്റുകൾ വിശ്വസിക്കുന്ന, വലിയ ബിസിനസ്സുകാർ വിശ്വസിക്കുന്ന കമ്പനികളിൽ മാത്രമല്ല പാർട്ടികളിൽ മാത്രമേ അവർ പണം നിക്ഷേപിക്കൂ. അതുകൊണ്ട് തന്നെ ഈ കോർപ്പറേറ്റ് കമ്പനികൾ 100% വിശ്വസിക്കുന്നുണ്ട് ഇനി രാജ്യത്ത് BJP മാത്രമേ അധികാരത്തിലെത്തൂ. BJP അധികാരത്തിലെത്തുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് BJPയിലേക്ക് അവർ പണം നിക്ഷേപിക്കുന്നത്. കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന് അതിൻ്റെ 10% ആളുകൾ പോലും വിശ്വസിക്കുന്നില്ല. അവിടെയാണ് ഇതിൻ്റെ അന്തരമെന്നുള്ളത്. എന്തായാലും ഏറ്റവും വലിയ ശ്രദ്ധേയമായ ഇക്കാര്യത്തിലെ ഒരു നടപടി തമിഴ്നാട്ടിലെ DMK സർക്കാരാണ്. തമിഴ്നാട്ടിൽ ലോട്ടറി നിരോധനമുള്ളൊരു സംസ്ഥാനമാണ്. അത്തരത്തിൽ ലോട്ടറി നിരോധനമുള്ള സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടിക്ക് ലോട്ടറി രാജാവായ സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനി ഫ്യൂച്ചർ ഗെയിമിംഗ് സൊല്യൂഷൻസ് 509 കോടി രൂപയാണ് മുടക്കിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ പണം മുടക്കിയത്? സംശയങ്ങൾ ഉയരുകയാണ്. ഇനി സംസ്ഥാനത്തെ ലോട്ടറി നിരോധനം എടുത്തു മാറ്റാൻ വേണ്ടിയാണോ? ആകപ്പാടെ DMK എന്ന പാർട്ടിക്ക് ലഭിച്ചത് 620 കോടിക്ക് അടുപ്പിച്ചുള്ള ഫണ്ടാണ്. അപ്പോൾ DMKക്ക് ലഭിച്ച പണത്തിൻ്റെ 80% നൽകിയിട്ടുള്ളത് ലോട്ടറി രാജാവായ വിവാദ വ്യവസായിയായ സാന്റിയാഗോ മാർട്ടിനാണ്. മുൻപും DMKയുടെ വലിയ ഫണ്ടർ സാന്റിയാഗോ മാർട്ടിനായിരുന്നു. എന്തായാലും ഇപ്പോൾ സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനി തമിഴ്നാട്ടിലെ DMK പാർട്ടിക്ക് വേണ്ടി 509 കോടി രൂപ മുടക്കിയിരിക്കുന്നു. ഇതിന് പിന്നിൽ എന്തൊക്കെയാണ് താല്പര്യങ്ങൾ എന്നുള്ളതാണ് ശ്രദ്ധേയമാവാൻ പോകുന്ന കാര്യങ്ങൾ. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വരുന്ന ആളുകളിൽ ഈ ഫണ്ടിങ് തന്നെയായിരിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. ഒരിക്കൽ കൂടി പറയുന്നു, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. ഇലക്ട്രൽ ബോണ്ടിൻ്റെ പേരിൽ BJPയെ മാത്രം ഒറ്റ നിർത്തി ആക്രമിക്കാൻ ശ്രമിച്ച കോൺഗ്രസിൻ്റെയും മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെയും തനിനിറം പുറത്തു വന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ഒരു രേഖാമൂലമുള്ള അറിയിപ്പ് പുറത്തുവിട്ടതോടുകൂടിയാണ് കോൺഗ്രസിൻ്റെയൊക്കെ തനിനിറം ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. 1332 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി സമാഹരിച്ച് വെച്ചിട്ടാണ് കോൺഗ്രസ് നേതാക്കൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ പേരിൽ BJPയെ മാത്രം എതിർക്കുന്നതും BJPക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതും. ഇനിയെങ്കിലും അത് നിർത്തുക. അല്ലെങ്കിൽ നിങ്ങൾ ഇനി ട്രോളുകളും പോസ്റ്ററുകളും ഒക്കെ തയ്യാറാക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പേര് കൂടി അതിൽ ചേർക്കുക.